ഇന്ന് 9/5/2026 എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സുന്ദര ദിനം. എൻ്റെ പ്രിയ കൂട്ടുകാരി റൻഷിയുടെ വീട്ടിലേക്കുള്ള യാത്രയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു. ഇന്നത്തെ ഈ യാത്രയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇവരെ വീട്ടിൽ വരാൻ കാരണം. തൃശ്ശൂരിലേക്ക് ഒരു പ്രൊമോഷൻ വർക്കിന് പോയപ്പോൾ റൻഷി പറഞ്ഞു, സാദിക്ക അവിടെ ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഒരു ദിവസം വരും. എനിക്ക് മാത്രം വേണ്ടിയല്ല, ഒരുപാട് മുരിങ്ങക്കായ കളക്ട് ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കണം. അതിനു വേണ്ടി വന്നതാ. ഇതാണ് നമ്മുടെ റൻഷിയുടെ മോൻ കേട്ടോ. എന്നെ കണ്ടിട്ട് നോക്കി നിൽക്കുക. ഉമ്മ എവിടെ? ഉമ്മ അകത്താണോ? ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് കാര്യം മനസ്സിലായി. ഉമ്മച്ചി ഉപ്പച്ചിയും ടെറസിൻ്റെ മുകളിൽ കയറി മുരിങ്ങക്കായ് പറിക്കുകയാണ്. എന്താണെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വന്നപ്പോഴല്ലേ കണ്ടത്, ഒരുപാട് മുരിങ്ങക്കായ ഉണ്ട്. മുരിങ്ങക്കായ് മാത്രമല്ല കേട്ടോ, കടച്ചക്ക, ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാവും. ഞാൻ വന്നപ്പോഴേക്കും ഒരു ബക്കറ്റ് നിറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും കൂടി ഏകദേശം 10 കിലോ ഞങ്ങൾ പറിച്ചു കേട്ടോ. പിന്നെ റൻഷിയുടെയും ഫാമിലിയുടെയും കെയറിങ് അത് എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് തവണ എന്നെ വിളിച്ചു, എവിടെ എത്തിയും ചോദിച്ച്. വീട്ടിലെത്തിയപ്പോഴും ആദ്യം ഒരു ജ്യൂസ് തന്നു, പിന്നെയും ജ്യൂസ്. പിന്നെ എന്താ തന്നത് ഞാൻ കാണിക്കാട്ടോ. ഈ നിഷ്കളങ്കമായ സത്യസന്ധമായ സ്നേഹം അത് ശരിക്കും ഞാനിന്ന് അനുഭവിച്ചു. ചെറുപ്പത്തിൽ ഉമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ തരും ഉമ്മമ്മ. തിരിച്ചു പോകുമ്പോൾ അതേ ഒരു ഫീലാണ് എനിക്ക്. എൻ്റെ കാറ് നിറച്ച് സാധനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോക്കോന്ന് പറഞ്ഞ് ഒരു അൺകണ്ടീഷണൽ ലവ്. ഇതാണ് മിനി ആപ്പിൾ കേട്ടോ, ആകുന്നേ ഉള്ളൂ. ചക്ക ഉണ്ടല്ലേ, ഒരുപാട് ചക്കയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ വന്നാൽ തിരിച്ചു പോകാൻ തോന്നൂല, അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ സ്കൂട്ടി ഉണ്ടല്ലേ, ഇലക്ട്രിക്കലാണ്. അതുപോലെ ഒരു കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ റൻഷി സ്വന്തം വാങ്ങിച്ചതാട്ടോ, യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട്. എനിക്കൊരുപാട് അഭിമാനം തോന്നി. നമ്മളൊക്കെ വീട്ടിലിരുന്ന ഒരു ജോലിയിലെന്ന് പറയുമ്പോൾ, അവർ ടീച്ചറാണ് ആക്ച്വലി, എന്നിട്ടും അവർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇതായിരുന്നു ഇന്ന് ഉച്ചക്ക് റൻഷിയുടെ സ്പെഷ്യലാണ് ഫ്രൈഡ് റൈസ്, ചിക്കന്. മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കൈപ്പുണ്യുണ്ട് റൻഷിക്ക്. വീട്ടിൽ പോകാൻ നേരത്ത് തന്നതാ. അരിനെല്ലിക്കുണ്ട്, കൂവപ്പൊടി ഉണ്ട്, മഞ്ഞക്കൂവയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഇല്ലേ. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതാ. കണ്ടില്ലേ, കാറ് നിറഞ്ഞു. ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ടാണ് പോണത്. ഒന്ന് കണ്ടു നോക്കാം അല്ലേ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഒരു മിനിയൂട്ടി ലുക്കാണ് ഇവിടെ വന്നാൽ. പിന്നെ റൻഷിയുടെ വീട്ടിൽ നിന്ന് മുരിങ്ങക്ക മാത്രമില്ല, ചക്ക, മാങ്ങ, ഒരുപാട് ഐറ്റംസ്. റൻഷി, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഇന്ന് തന്ന സ്വീകരണം, നല്ല ഭക്ഷണം, നല്ല കെയറിങ്, നല്ല സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല.
ഇൻഷാ അല്ലാ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും മുരിങ്ങാക്കായ് കൊടുക്കണം. എൻ്റെ വലിയ സിസ്റ്റർക്കും കാണുന്നവർക്കൊക്കെ കൊടുക്കുക ഇൻഷാ അല്ലാ. ആദ്യം കൊടുത്തത് ഈ ഇക്കാക്കാണ്. ഇതും അവർ തന്നാട്ടോ. സെക്കൻഡ് ടൈം കൊടുത്തത് ഇവിടെയാണ്, വൈഫ് ഹൗസിലെ. പിന്നെ നമ്മുടെ ചങ്ക് സുധീർക്കായ്ക്കും കൊടുത്തു. നേരെ ഇരുട്ടായിട്ടോ. ഇതെൻ്റെ വലിയ സിസ്റ്റർ റൻഷി. ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നാളെയും കൊടുക്കും. പേരെന്താ? എൻ്റെ പേര് പറ. അറിയില്ല? പേരില്ല? മോളെ പേരെന്താ? ഇസ്ര.